ഇതുപോലെ തേങ്ങ അരയ്ക്കാതെ പുളിയും മുളകും ചേർത്ത് വെക്കുന്ന മീൻകറിക്ക് ഫാൻസ് ഉണ്ടോ? ഉണ്ടെഹുവായോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും നല്ല രീതിയിൽ തന്നെ പൊട്ടിച്ചെടുക്കാം. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുഞ്ഞുള്ളി ചേർക്കുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ടേ. നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയം നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് കൂടി ചേർക്കാം കേട്ടോ. പുളി നല്ല രീതിയിൽ മസാലയുമായി പിടിക്കണം. നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് ചേർക്കുക. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ 1 കപ്പ് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിന് ഇടുക. ഇതുപോലെ മൂടി വെച്ച് നല്ല രീതിയിൽ തന്നെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ തിള വരുമ്പോൾ നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അയല മീനാട്ടെ ഉള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മീൻ ഏതാണോ അതിട്ട് കൊടുക്കുക. എനിക്കിതുപോലെ അയല മുളകിട്ട് വെക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കറിയുടെ അവസാനം പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് കറിക്ക് കൂടുതൽ മണവും അതുപോലെ തന്നെ രുചിയും കൂട്ടുന്നു. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ തൂകുന്നുണ്ടേ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചിയിൽ ഉണ്ടാക്കാവുന്ന മീൻകറി റെഡിയായിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം.